അനുമോളുടെ മാരേജ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് അനുമോൾ തന്നെ അനുമോളുടെ യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6-7 വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കല്യാണ കാര്യം അവർ ഓൺലൈൻ മീഡിയാസ് ചോദിച്ചപ്പോഴൊക്കെ ഇവരിപ്പോൾ ഇല്ല, ആളെ നോക്കുന്നുണ്ട്, ഒന്നും റെഡി ആയിട്ടില്ല, അങ്ങനെയൊക്കെയാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ലക്ഷ്മി നക്ഷത്രമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പോലും അനു പറഞ്ഞത്. അതായത് കല്യാണത്തിൻ്റെ കാര്യത്തെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ തലേദിവസമാണ് അനു പറയുന്നത് ഇന്ന ദിവസം എൻ്റെ കല്യാണമാണ് എന്ന് പറയുന്നത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഓൺലൈൻ മീഡിയാസ് എല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പല പല യൂട്യൂബ് ചാനലിലായിട്ടും അതേപോലെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടതാണ്. അനുവിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റയിൽ ഫുള്ള് പല പല വീഡിയോസ് പല പല ചാനലുകാർ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് ബൈറ്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഫുള്ളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ചാനൽ കഴിയുമ്പോൾ ഒരു ചാനൽ കഴിയുമ്പോൾ ഒരു ചാനൽ കഴിയുമ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഫുൾ അനുവിൻ്റെ എല്ലാ അപ്ഡേഷനും നമ്മൾ അങ്ങനെ അറിഞ്ഞതാണ്. കല്യാണം പോലൊരു കാര്യം പ്രൈവറ്റാക്കി വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് കിട്ടുന്ന വിമർശനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കത് ലൈഫ് ലോങ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമ്പോഴത്തേക്കും അവർക്ക് നമ്മളെ അറിയാം. നമുക്ക് എന്ത് കാര്യങ്ങൾ എന്ത് ചെയ്താലാണ് ഫീൽ ആവുന്നത് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ വിമർശിക്കാനുള്ള ഒരു കാര്യവും അന്നത്തെ ദിവസം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. അതിനെ തുടർന്ന് അനു ഈ വരൻ്റെ വീട്ടിൽ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കയറുന്ന ഒരു വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് അനു ആർട്ടിഫിഷ്യലായിട്ട് എന്താ പറയുക ആക്ട് ചെയ്യുന്നു വീഡിയോയിൽ, അത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ സംസാര ശൈലി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ശരിക്കും ന്യൂലി വെഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു വരനെയും വധുവിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, അവരുടെ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അവർക്കുള്ളത്. മനസ്സിലായില്ലേ? അതുമല്ല ഇപ്പോൾ വരനെ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ഫാമിലി മെമ്പേഴ്സ് കാര്യങ്ങൾ, അപ്പോൾ അവരോടൊക്കെ പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് പുതിയ കാര്യങ്ങളെ പറ്റി, ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറല്ല, അതൊരു തമിഴ്നാട്ടുകാരനാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ പോലത്തെ രീതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും അനുവിൻ്റെ മുഖത്ത് അങ്ങനത്തെ ഒരു ഭാവം നമുക്ക് തോന്നിയത്. വേണ്ട, ഞാൻ കഴിച്ചോളാം. നല്ല പായസം. ആ മതി, ഞാൻ കഴിക്കാം. ഷുഗർ കട്ടാണ് നമ്മൾ 21st കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. പോതും. നല്ല എക്സൈറ്റഡ് ആണ്, അത് സ്വാഭാവികമാണ്. അത് ഒതുക്കി വെക്കാൻ എല്ലാവർക്കും പറ്റില്ല. ഹാപ്പി മാരീഡ് ലൈഫ് അനു സംസാരം ഇത്തിരി കൂടുതലാണ്. അനു, ഞാനൊരു കാര്യം പറയട്ടെ, സംസാരം കുറയ്ക്കണേ. എന്താണ് നിങ്ങളെല്ലാവരും കൂടെ നെഗറ്റീവ് ഇങ്ങനെ കമൻറ്റ്സ് ചെയ്യുന്നത്? അവരുടെ ഇടയിൽ വെറുതെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി ജീവിതം ക്യാമറയ്ക്ക് വേണ്ടി ആവരുത്, ജീവിതത്തിന് വേണ്ടി ആകട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കമൻസ് ആണ് ഇവരുടെ ഈ വീഡിയോസിന് താഴെ വന്നിരുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് കണ്ടിട്ട് അനു തന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അവരൊരു കമൻറ്റ് ഇട്ടിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ വ്ളോഗിന് താഴെ വന്ന ചില കമൻറ്റുകൾ കണ്ടു. അതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാൾ എൻ്റെ വ്ളോഗുകളിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്ന രീതിയും എനർജിയും നിങ്ങൾക്ക് പരിചിതമായിരുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കൂടി വന്നിരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ സന്തോഷവും ആവേശവും എൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കാണും. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയമാണിത്. സന്തോഷം കുറച്ച് കൂടുതലായിരിക്കാം, സംസാരവും കുറച്ച് കൂടുതലായിരിക്കാം. അതിനെ ഓവർ എന്ന് കാണാതെ ആ നിമിഷത്തിൻ്റെ സന്തോഷമായി കാണാൻ ശ്രമിക്കണം. എൻ്റെ ഭർത്താവ് മലയാളിയല്ല, തമിഴ്നാട്ടുകാരനാണ്. പുതിയൊരു ഭാഷയും പുതിയൊരു പ്രേക്ഷക സമൂഹവും നേരിടുമ്പോൾ ആർക്കും കുറച്ച് ഷൈ ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് മിണ്ടാതെയോ സംയമനത്തോടെയോ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാത്രമാണ്, മറ്റൊന്നുമല്ല. ഞാൻ ഇന്നും പഴയ അനുമോൾ തന്നെയാണ്. ഓവറാക്കാനോ ആരെയും കാണിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ജീവിതത്തിലെ ഒരു സന്തോഷകരമായ ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നതിലുപരി മറ്റൊന്നുമില്ല.
നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നതിലുപരി മറ്റൊന്നുമില്ല. സ്നേഹത്തോടെ കൂടെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇതായിരുന്നു ആ വീഡിയോസിൻ്റെ താഴെ അനു പിൻ ചെയ്ത് വെച്ചിരുന്ന കമൻറ്റ്. അനു ഓവർ എക്സൈറ്റഡ് ആണ്, അതുകൊണ്ടിട്ടാണ് അങ്ങനത്തെ മുഖഭാവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്ന ഒരാളാകുമ്പോൾ നമ്മൾ വെറുതെ ആളുടെ സന്തോഷം അന്നത്തെ ദിവസം വെറുതെ നെഗറ്റീവ് അടുപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ആളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കാം അങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത്, പിന്നെന്താ ഓവർ എക്സൈറ്റ്മെൻറ്റ്, ഓവർ എക്സ്പ്രഷൻ മുഖത്ത് വരുന്നതൊക്കെ. അതെ പറഞ്ഞേട്ടോ ഫേസ് പാത്ത് ബോറടിക്കുന്നു. ഒരു 17 ഷൂട്ട് നമ്മൾ ചെയ്തു. 17 ഒരു 10-20 ഷൂട്ട് ചെയ്തു. ബ്രൈറ്റ് ടു ബി 2 ട്രഡീഷണലും വെസ്റ്റേൺ, പ്രീ വെഡിങ് ട്രഡീഷണലും വെസ്റ്റേൺ, പിന്നെ ഹൽദി, മെഹന്തി, ക്രിസ്ത്യൻ ബ്രൈഡൽ, പിന്നെ വീണ്ടും നമ്മൾ വീട്ടിനകത്ത് വെച്ച് ഇവിടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തു. ഗ്രൂം ടു ബി ചെയ്തു. ഇതിലെല്ലാത്തിനും ആപ്പം നോക്കിയത് അത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുമല്ലേ, ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് എനിക്കും ബോറടിച്ച് പാത്ത് ആ മീശ താടി എടുത്തോളാം. അപ്പോൾ വേറൊരു ലുക്കാവും. പിന്നെ മേക്കപ്പ് എന്നെ എന്താ പറഞ്ഞ മേക്കപ്പ് ഞാൻ ഇട്ടിരിക്കുന്നത്, അവനും മേക്കപ്പ് ചെയ്തിട്ട് ഞാനാ മേക്കപ്പ് ചെയ്തു. അത് മെഹന്തി ഇട്ടിരിക്കുന്നു. മേക്കപ്പ് ഇട്ടിട്ടില്ലേ ഞാൻ ജസ്റ്റ് വെയിറ്റ് എവിടാ അനു ഓവർ എക്സൈറ്റഡ് ആണ്, അതുകൊണ്ടിട്ടാണ് അങ്ങനത്തെ മുഖഭാവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്ന ഒരാളാകുമ്പോൾ നമ്മൾ വെറുതെ ആളുടെ സന്തോഷം അന്നത്തെ ദിവസം വെറുതെ നെഗറ്റീവ് അടുപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ആളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കാം അങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത്, പിന്നെന്താ ഓവർ എക്സൈറ്റ്മെൻറ്റ്, ഓവർ എക്സ്പ്രഷൻ മുഖത്ത് വരുന്നതൊക്കെ. അതുമല്ല ഇവിടെ വരൻ്റെ, അതായത് അനുവിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എത്രത്തോളം കെയർ ആയിട്ടാണ് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. തലയിൽ പൂ വെച്ച് കൊടുക്കുന്നു, പിന്നെ പായസം കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ എൻ്റെ സ്വന്തം അമ്മയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ, അമ്മയൊന്നും വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഉള്ളടുത്താണ്, ആൾക്കാരുടെ വീഡിയോ നമ്മൾ ചെയ്ത് അടുത്ത സ്ഥലത്താണ് നമ്മൾ ഇത് കാണുന്നത് അല്ലേ. ശരിക്കും അവരാണെങ്കിലും ഇപ്പം അനു ആണെങ്കിലും വളരെ സ്നേഹത്തോടെയാണ് അമ്മയോട് സംസാരിക്കുന്നതും. പായസം ഇനി ഉണ്ടോ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുവിൻ്റെ ആ ഒരു സ്നേഹമൊക്കെ നമുക്ക് ആ വാക്കുകളിൽ വന്ന് മനസ്സിലാവും. പിന്നെ എനിക്കിവിടെ ഒരു കാര്യം തോന്നിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അനുമോളെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം അനുമോൾ എന്താണ്, അനുമോളുടെ ക്യാരക്ടർ എന്താണ്, അങ്ങനെ അറിയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കാത്തിരിക്കുന്നത് അനുവിൻ്റെ ഹസ്ബൻഡിൻ്റെ സംസാര രീതി, അവരെ പറ്റി അറിയാൻ, ഹസ്ബൻഡിൻ്റെ അമ്മയെ പറ്റി അറിയാൻ, അവരുടെ ഫാമിലിയെ പറ്റി അറിയാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കൊന്നും അവസരം കൊടുക്കാതെ അനു തന്നെ കൂടുതലായിട്ടും ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ അതേപോലെ മൈക്ക് യൂസ് ചെയ്തിട്ട് ഫുള്ള് സംസാരിക്കുന്നത്, അതായത് ആ വീഡിയോയിൽ ഫുള്ള് അനുവിൻ്റെ സംസാരം മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അനുവിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അമ്മായിയമ്മയും അതേപോലെ അനുവിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും അതേപോലെ തന്നെ ഹസ്ബൻഡ് കുറച്ച് ഭാഗങ്ങളിൽ ഹസ്ബൻഡ് പിന്നെ കാണാൻ പറ്റും, എന്നാലും ഹസ്ബൻഡിൻ്റെ ഫാമിലി നമുക്ക് കുറച്ച് പോർഷൻസിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അവസരം കൊടുക്കാമായിരുന്നു സംസാരിക്കാനും വീഡിയോയിൽ വരാനും ഒക്കെ ആയിട്ട്. ഞാനിവിടെ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.